നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്കാട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലിക്കക്കല്ല് പോയിട്ട് വന്ന ഒരു കുറേ സഞ്ചാരികൾ സഞ്ചരിച്ച വാന് വേറൊരു കാറുമായിട്ട് ഇടിച്ച് വലിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളും നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ദിവസം കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. ഇപ്പം ആ വഴിയിൽ നമ്മൾ നിൽക്കുന്നത് ഇത് നല്ല ഇതുണ്ടോ, ഒരു വലിയൊരു കയറ്റം. ഇവിടെ ഫുള്ള് ഇനി അങ്ങോട്ട് കയറ്റം കേട്ടോ, നല്ല കയറ്റമാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം ഈ കയറ്റം ഇങ്ങനെ പോരുന്ന വഴിക്ക് ഇത് ഇറങ്ങി വരുന്ന വഴിക്ക് ഈ കിടക്കുന്ന വാൻ കണ്ടോ, ഈ വാനാണ് കാറുമായിട്ട് താഴേന്ന് കയറുന്ന കാറാണ് അതുമായിട്ട് ഇടിച്ചിട്ട് ആ വണ്ടിയുടെ അവസ്ഥയാണിത്. നമ്മൾ വീഡിയോക്കകത്ത് കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇത് വണ്ടി ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആട്ടോ. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. മെമ്പറൊക്കെ എക്സ്ട്രാ പറഞ്ഞ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാരുടെ അവസ്ഥ നമുക്കറിയത്തില്ല. കാരണം ഇതിപ്പോൾ പടുതയൊക്കെ ഇട്ട് മൂടി വണ്ടി ഇങ്ങനെ വെച്ചേക്കും. അത് വണ്ടി ടോട്ടൽ ലോസാണ്. ഇടിച്ചിട്ട് ഇത് ഈ സൈഡിലൊരു ചെറിയൊരു ഓടയൊക്കെ ഉണ്ട്. ആ ഓടയ്ക്കകത്തോട്ട് കൊണ്ട് മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ വണ്ടി, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തൊരവസ്ഥ. പക്ഷേ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ഇറക്കം ഇത് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ ഇറക്കം ഇറങ്ങി വരുമ്പം നമ്മൾ ഏത് ഗിയറിലാണോ കയറ്റം കയറി പോകുന്നത് ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. അപ്പോൾ ഞാൻ അന്ന് വായിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ പരിചയക്കുറവായിട്ടുള്ള ഈ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുമ്പോൾ അവർ ക്ലച്ച് ചവിട്ടി അല്ലെങ്കിൽ ബ്രേക്കും ചവിട്ടിയൊക്കെ ഇറങ്ങിപ്പോരും. ഏതെങ്കിലും താന്ന ഗിയർ തേടലോ ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോരും. പക്ഷേ താഴെ ഒന്നും ബ്രേക്ക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം നമുക്ക് ബ്രേക്കിംഗ് പ്രോബ്ലം ഉണ്ടാവും ഇറങ്ങി വരുമ്പോൾ. അപ്പം ഫസ്റ്റിലൊക്കെ നമ്മൾ ഇറങ്ങിപ്പോരുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. എപ്പോഴും ബ്രേക്ക് പിടിച്ച് പോരുകയും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒത്തിരി നേരം ചൂടായി കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് കിട്ടാതെ വരുന്നത്, അതാണ് ഈ സംഭവം. അപ്പോൾ ഇപ്പോൾ വലിയൊരു അപകടമാണ്. നമ്മൾ ഇവിടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിന് തീവ്രത മനസ്സിലാകത്തുള്ളൂ. ഈ വണ്ടി ടോട്ടൽ ലോസ് ആണ് കേട്ടോ. ശരിക്കും പറയാം ടോട്ടൽ ലോസ് തന്നെയാണ് വണ്ടി അന്ന് ഈ ടെമ്പോ ഇടിച്ച് മറിഞ്ഞായിരുന്നു. ഇതൊരു ബസ്സാണ്, മിനി ബസ്സാണ്. ഈ ബസ് ഇടിച്ച് മറിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ നമ്മൾ കാണുന്ന ഈ മൂടിയിട്ടേക്കുന്ന ഭാഗം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയ വണ്ടിയാണ്. അത് വണ്ടി ഇടിച്ച് മറിഞ്ഞിച്ച് നിവർത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ ഫ്രണ്ട് കിടക്കുന്നതായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ എന്തായാലും ഇത് ഇവിടുന്ന് താഴേന്ന് അവിടുന്ന് തുടങ്ങുന്ന കയറ്റമാണത്. ഇവിടെ നിന്ന് പോന്നിട്ട് നേരെ ഇതിന് നല്ല കയറ്റം ഇവിടുന്ന് ഫുൾ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഇവിടെ മലയോര പ്രദേശങ്ങളിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വലിയ ഇറക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ചെറിയ ഗിയർ തന്നെ ഇറങ്ങിപ്പോരും. അതായത് ഫസ്റ്റിലോ സെക്കൻഡിലോ. ഇപ്പോൾ സെക്കൻഡിൽ ഇറങ്ങാൻ പറ്റുന്ന ഗിയർ ഇറക്കമൊക്കെ ആണെങ്കിൽ സെക്കൻഡിൽ തന്നെ ഇറങ്ങിപ്പോരുക. ഫസ്റ്റിലാണെങ്കിൽ വലിയ ഇറക്കമൊക്കെയാണ് ഫസ്റ്റിൽ തന്നെ ഇറങ്ങിപ്പോരുക. ആവശ്യമുള്ള മാത്രം ബ്രേക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ബ്രേക്ക് ഓവർ ഹീറ്റായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാത്ത സിറ്റുവേഷന് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇപ്പം ഷെയർ ചെയ്തേക്കാം എന്ന് പറഞ്ഞത്. അപ്പം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഇതുപോലെ അറിയത്തില്ലാത്ത ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പം പ്രത്യേകിച്ച് ഇതുപോലെ വളരെ കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൂടെ വളരെ സൂക്ഷിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ല ഒരു സേഫായിട്ടുള്ള യാത്ര ആശംസിക്കുന്നു. ബൈ.